ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ സമയം ദിവസത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. Thank and praise Lord for this wonderful opportunity. Jesus Christ. ആമേൻ. 90-ാം സങ്കീർത്തനമാണ് ദൈവം നമുക്കിന്ന് വായിപ്പാൻ ദൈവം സഹായിച്ചത്. We are meditating from Psalms 90 this morning. ഞാൻ മുഖപരമായി ഒത്തിരി കാര്യങ്ങൾ പറയാതെ ഞാൻ സങ്കീർത്തനത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. We are getting into the word directly without any introduction. ഞാൻ ഈ സങ്കീർത്തനം ഞാൻ ഇന്നലെ പാസ്റ്ററിനോട് പറഞ്ഞപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഈ സങ്കീർത്തനമാണ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, കർത്താവ് ഇത് വളരെ ഒരു ശോകമാണല്ലോ, ഇത് ഞാൻ എല്ലാതെ ഡള്ളാക്കി കളയുള്ളൂ ഈ സങ്കീർത്തനം വായിച്ചത്. When the Lord asked me to speak from this psalm, I initially had a doubt. This is a very not a very great praiseful psalm. It's all about sorrow in that psalm. ഞാൻ അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ചർച്ച വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് ഇത് തന്നെയാണോ കറക്റ്റാണോ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ വന്നു. അന്നേരം ഇന്ന് രാവിലത്തെ പാസ്റ്റർ മെസ്സേജ് കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ്. ബിക്കോസ് ഞാൻ ടച്ച് ചെയ്യുന്ന ചില പോയിന്റ്സ് പാസ്റ്റർ ഓൾറെഡി ടച്ച് ചെയ്തു. I've been contemplating this even when I was driving here this morning, just to confirm if this is what the Lord wanted to speak from. But this morning in the English service, when the man of God spoke, I got a confirmation that this is the psalm that has to be spoken this morning. Amen. So 90-ാം സങ്കീർത്തനം നമുക്കറിയാം മോശ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. It is a psalm prayer of Moses that we see in Psalm 90. മോശ എഴുതിയിരിക്കുന്ന പല ബുക്സ് ഉണ്ട്, പക്ഷെ സങ്കീർത്തനത്തിനകത്ത് മോശയുടെ പേരെഴുതി ഉള്ള ഒരു സങ്കീർത്തനം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. There are several books that we know Moses has written, but this is the only chapter or portion in the word where it is exactly written the name of the author, that it says a prayer of Moses. ഞാൻ ആദ്യം ഇതിന്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സങ്കീർത്തനത്തിലേക്ക് കടക്കാമില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗമായിട്ട് എന്റെ വാക്കിൽ നിന്നിരിക്കുന്നതാണ്. I'm trying to speak from the context a little bit, and according to the time we have in front of us, we'll get into the depths. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 37-ാം വാക്യം 40-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ in Exodus chapter 37 verse 12 verse 37 to 40 വരെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനം ഇതാ ദൈവസന്നിധിയിൽ നിന്ന് ഒരു വാഗ്ദത്ത ദേശത്തിലേക്ക് അവരുടെ യാത്ര പുറപ്പെടുകയാണ്. In that portion we see the Israelites are starting their journey into the promised land. 430 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് ഇതാ വാഗ്ദാന ദേശത്തിലേക്ക് മടങ്ങുന്ന ഒരു ജനം പുതിയ പ്രത്യാശയോടെ പുതിയ സന്തോഷത്തോടെ ദൈവം വലിയവ ചെയ്യാൻ പോകുന്നു എന്നുള്ള ആഗ്രഹത്തോടെ അവരുടെ സ്റ്റെപ്പുകളെ മുന്നോട്ട് വെക്കുവാനിടയായി. After around 430 years of slavery, the people of Israel are in a new hope walking into the promised land. ബൈബിൾ പറയുന്നത് 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും അവരുടെ മക്കളും ഒരുമിച്ചാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. The Bible records a number of around 600,000 men along with their women and children. ഈ യാത്ര തുടങ്ങിയ മുതൽ ഇത് അവസാനിക്കുന്നത് നമ്മള് സീൻ മരുഭൂമി എന്നുള്ള ആ ഒരു സ്ഥലത്ത് വരുമ്പോഴാണ് ഈ യാത്ര അവസാനിക്കുന്നത്. The end of the journey is where we see in the wilderness of Sin. ഈ യാത്ര 40 വർഷത്തെ യാത്രയായിരുന്നു. This journey was around 40 years long. ഈ യാത്രയിൽ തുടക്കത്തിൽ കണ്ട പല പ്രിയപ്പെട്ടവരും അവസാനം കാണാതെ പോയി. The people who began this journey did not get to see the end of the journey. ഈ തുടക്കത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോശയും ഇവരുടെ നായകനായി നിൽക്കുവാനിടയായി. മോശ മാത്രമല്ല, മോശയോട് അഹരോൻ അതുപോലെ തന്നെ മിരിയാം മോശയുടെ ഫലമായി മോശയുടെ കൂടെ നിന്നു. As Moses is leading, Moses had two assistants, Miriam and Aaron. They were leading along with Moses. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 40 വർഷ യാത്രയിൽ പല പ്രിയപ്പെട്ടവർ പട്ടുപോയി. A lot of people were gone in the journey. നമ്മൾ ഈ നമ്പേഴ്സ് ചാപ്റ്റർ 20 നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ in Numbers chapter 20 if we see, മോശെ വല്ലാതെ തകർത്തിക്കളഞ്ഞ ഒരു അധ്യായമാണ്. it is a chapter that speaks about Moses that has been struck in a hindrance. മോശ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള അധ്യായങ്ങളൊന്നും മോശ ഇത്രയും പേഴ്സണൽ ലോസ് അനുഭവിച്ചില്ല. പക്ഷേ 20-ാം അധ്യായത്തിലേക്ക് വരുന്ന ഉടനെ മോശ വല്ലാതെ ബുദ്ധിമുട്ടി. Moses is personally afflicted by an instance or a situation that happens recorded in Numbers chapter 20, which we don't see Moses troubled on a personal level in any other places. ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇതാ മോശയുടെ ബലമായി നിന്ന സഹോദരി മിരിയാം മരിക്കപ്പെടുവാനിടയായി. The opening of chapter 20 in Numbers we read Miriam died there and she was buried.
അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അവിടെ ജനം വെള്ളത്തിനു വേണ്ടി അവർ പിറുപിറുത്തു. ദൈവം അവിടെ ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. And we see there people had no water and they started murmuring, but the Lord provided for them. അന്നേരം മോശയും അഹരോനും ഇതാ ദൈവസന്നിധിയിൽ കർത്താവേ ഇവരും വെള്ളത്തിന് വേണ്ടി ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവര് ആകെ ഒരു ഫ്രസ്ട്രേഷൻ അവര് എക്സ്പ്രസ് ചെയ്യുകയാണ്. There is a tension and frustration in the atmosphere because they don't have water to provide for the people. അവർ ഈ ഫ്രസ്ട്രേഷൻ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോശയും അഹരോനും ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദൈവം ഇതാ അവരോട് പറഞ്ഞു, നീ പോയി ആ പാറയോട് നീ കൽപ്പിക്കുക, അന്നേരം ജലം പുറപ്പെടും. Amen. In Moses and Aaron started praying together, and the Lord told them to take a staff and hit the rock and water will come forth. To command to the rock for the water to come forth. അന്നേരം മോശ പക്ഷേ നമ്മൾക്ക് അറിയാവുന്ന സിറ്റുവേഷൻ ആണ്, സഹോദരി നഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ജനത്തിന്റെ ഈ ഒരു അവരുടെ ആ പിറുപിറുപ്പെല്ലാം കേട്ട് ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ് ആള്. Amen. Moses is in a frustrated state of mind at that point. ഈ ഒരു ഫ്രസ്ട്രേഷനിൽ ആൾ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ Numbers chapter 20 verse 10 നമ്മൾ കാണുന്നത്. In Numbers chapter 20 verse 10 we read something what Moses says to the people. അവിടെ ഇസ്രായേൽ ജനത്തെ മോശ അഭിസംബോധന ചെയ്യുന്നത് മത്സരികളെ കേൾപ്പീൻ. Hear now you rebels is what he addresses his people. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ദൈവം അവനോട് പറഞ്ഞ കാര്യമല്ല ചെയ്തത്, മറിച്ച് അവന്റെ ഫ്രസ്ട്രേഷൻ, അവന്റെ ആ എമോഷണൽ ഔട്ട്ബേസ്റ്റ് ആ പാറയിൽ അടിച്ചു കാണിച്ചു. Amen. He kind of let go of his frustration and his state of mind by striking that rock without exactly following what the Lord asked him to do. മക്കളെ, ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, യാത്ര തുടങ്ങുന്നതിന് മുൻപേ ഇതാ ദൈവസന്നിധിയിൽ നിന്ന് പല വാഗ്ദാനങ്ങൾ പ്രാപിച്ച് യാത്ര തുടരുവാനിടയായി. പക്ഷെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവന്റെ പേഴ്സണൽ ഫ്രസ്ട്രേഷൻസ്, പേഴ്സണൽ എമോഷൻസ് കാരണം ഇതാ ദൈവം പറഞ്ഞതിന് എതിരായിട്ടൊരു ക്രിയ ചെയ്തു. Moses, who started leading exactly as per the word of God and hearing from the Lord, towards the end of his journey he started to emphasize on his emotions and feelings and going away or not exactly obeying the word that he heard from the Lord. പലപ്പോഴും നമ്മുടെ വാഗ്ദാനങ്ങളുടെ തടസ്സം നമ്മുടെ എമോഷണൽ ഔട്ട്ബർസ്റ്റ് ആണ്. Most of times this is what happens to our lives too. It is our emotional being or our emotional outburst that hinders us from getting into the promise of the Lord. ഈ പ്രസംഗിക്കുമ്പോൾ ഇത് എനിക്കും അപ്ലിക്കബിൾ ആണ്. ഞാൻ ആരെയും ഇത് ചെയ്ത് പറയില്ല. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. When I am preaching this is absolutely applicable to myself as well. I'm not trying to pinpoint anybody here. ചിലപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ വാഗ്ദാനം പ്രാപിച്ചു കഴിഞ്ഞ് നമ്മുടെ ആ വാഗ്ദാനത്തിന് നിറവേഴുന്ന ആ ഒരു സമയം എത്തുമ്പോഴത്തേക്ക് either ഒരു ബ്രേക്ക് ത്രൂ നടക്കും, ഇല്ലെങ്കിൽ നീ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയി പോകും. Amen. When we are almost at the verge of taking the promise of the Lord in our hands, there are either two things that would happen. It will either be a breakthrough in our life or we'll end up breaking. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മോശ ചെയ്ത ഈ ഒരു വിഷയം കണ്ടുകൊണ്ട് യഹോവ വളരെ ദുഃഖിച്ചു. Amen. When it is recorded there, God was not happy about the act of Moses. അവിടെ യഹോവ മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. മോശ അവിടെ ഇത് ചെയ്താലും ശരി, ദൈവം അവിടെ ആ പ്രവൃത്തി ദൈവം നിർത്തിയില്ല. അവിടെ നടക്കേണ്ട അത്ഭുതം നടന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് മോശയോട് പറഞ്ഞു, നീ എന്നെ വിശ്വസിച്ചില്ല. Amen. There is a remark that God makes to Moses. Moses, you did not believe in me, but God was gracious enough to provide water for them, as a matter of fact. ഇന്ന് പകൽ സമയത്ത് മക്കളെ, പലപ്പോഴും നമ്മുടെ എമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ്, പലപ്പോഴും നമ്മുടെ ഉള്ളിലെ പല ഫീലിങ്സും ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ല നമ്മൾ ദൈവസന്നിധിയിലായിരിക്കേണ്ടത്. മറിച്ച് കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം അങ്ങ് എനിക്ക് തന്നിരിക്കുന്നു, ഞാൻ അതിലേക്ക് ഓരോ സ്റ്റെപ്പ് ചവിട്ടും തോറും അത് എനിക്ക് അടുക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. We must not forget the fact that as we are living our Christian life according to the voice of the Lord, we must be rest assured that we are getting closer to our promise and not get to the presence of the Lord with a rebellious heart. ഞാനിത് പറയുമ്പോൾ നാട്ടിലെ ഒരു ചെറിയൊരു സംഭവം നടന്ന ഞാൻ ഓർക്കുന്നുണ്ട്. അന്നേരം ഒരു അച്ഛൻ പറഞ്ഞൊരു സംഭവമാണ്. This is an instance that happened back in Kerala. ഒരു അച്ഛൻ ഇങ്ങനെ ഒരു നല്ലൊരു ചർച്ചിൽ ചെറിയൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ട് അച്ഛൻ എടുത്തവരെ പറയുക, ഞാൻ എന്റെ പെന്തിക്കോസിനെ കുറച്ചു നേരം മാറ്റി അങ്ങോട്ട് വെക്കും കേട്ടോ. When something heated up in the church, a man commented this way, I am taking away, I'm setting aside my Pentecostalism, my life of being a Pentecostal, setting it aside for some time. എന്റെ ദൈവങ്ങളെ, നമ്മൾ ആ ഒരു എമോഷണൽ ഔട്ട്ബേഴ്സിലാണ് നമ്മൾ ആ കാര്യം പറയുന്നത്. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ദുഃഖിക്കുകയാണ്, നീ
എന്റെ മണ്ടയ്ക്കുള്ള വിശ്വാസം കുറഞ്ഞു പോയെന്നുള്ളതാണ് ദൈവം അവിടെ അറിയിക്കുന്നത്. Amen. It is all coming from a place of emotional outburst, but we don't understand that God is not happy about that fact, and we are not able to completely trust in God. ഇത് കാരണം മോശ കനാൻ ദേശത്ത് ചെല്ലുവാൻ സാധിച്ചില്ല. അതേ അധ്യായത്തിൽ നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, അഹരോനും ഇതാ മരിക്കപ്പെടുവാനിടയായി. In the same chapter we read that there is a death of Aaron too taking place. അഹരോന്റെ മരണത്തിന് ശേഷമാണ് ഈ സങ്കീർത്തനം മോശ എഴുതുന്നത്. It is after the death of Aaron Moses is writing Psalm 90. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ആദ്യത്തെ വാക്യം തന്നെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. In Psalms 90 Moses is opening by saying, Lord, you have been our dwelling place in all generations. ഇവിടെ നമ്മൾ അവിടെ മോശ റിക്കഗ്നൈസ് ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മളിവിടെ കാണുന്നത്. ദാറ്റ് ഈസ്, കർത്താവേ എന്റെ ജീവിതത്തിൽ പാളിച്ച സംഭവിച്ചു, പക്ഷേ എന്നാലും തലമുറ തലമുറയായി എന്റെ സങ്കേതമായി അങ്ങ് എന്റെ കൂടെയുണ്ട്. There have been downfalls most of times in my life, but Moses is acknowledging the fact that, Lord, you are my dwelling place in all generations. കൃപായുഗത്തിൽ നിൽക്കുന്ന നമുക്ക് ഏവർക്കും ആവശ്യമുള്ള ഒരു സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സങ്കേതം, നമുക്ക് സങ്കേതമായി നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത്. In this era of grace, this is what we as believers need to understand, that our dwelling place is God. അതുപോലെ തന്നെ നമ്മൾ പിന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ാം വാക്യമാണ്. ദാറ്റ് ഈസ് അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. The verse 12 also stood out in my mind. It says, so teach us to number our days so that we may get a heart of wisdom. ഞാൻ എൻ്റെ വാക്കുകൾ എളുപ്പം ഞാൻ വിരമിക്കുകയാണ്. ഇവിടെ മോശ പറയുകയാണ്, കർത്താവേ ഈ ഒരു സംഭവം എന്നെ ഓർപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അതൊന്നും ചെയ്യത്തില്ലായിരുന്നു. Amen. Moses is telling to God in a way, Lord, if you would have given me a heart of wisdom, or if you would have reminded me this instant, I wouldn't have maybe acted that way. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുവാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ കരുതാനും മറ്റുള്ളവരെ ഫോർഗീവ് ചെയ്യുവാനും ഇതെല്ലാം നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി, ഇനി എത്ര നാളുണ്ട് ഞാൻ. Amen. To love others without any limits, or to carry a heart of forgiveness, the only thing that you need to remind is to understand how many days do we have left in our life. ഇങ്ങനെ നല്ലൊരു ഫോർമുല മോശ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ. This is a beautiful formula that Moses keeps in front of us as believers. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു ഫോർമുല നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നേറണം. Let's all try to lead our lives having this formula in mind. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവസാനത്തെ 17th വാക്യം നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, in verse 17 also we see, അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. we read there, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം, amen, let the favor of the Lord our God ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ, be upon us, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ and establish the work of the hands, സാധ്യമാക്കി തരണമേ. establish the work of our hands upon us. He is repeating that again. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. It has been repeated twice. Establish the work of our hands upon us. Yes, establish the work of our hands. എൻ്റെ വാക്കുകളെ ഞാൻ വിരമിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയും ഇതായിരിക്കണം, കർത്താവേ ഇനി എന്നെ അനുദിനം നീ ഓർപ്പിക്കുവാനിടണമേ, ഇനി എത്ര ദിവസമുണ്ട്, ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ദൈവം പകരണമേ. അങ്ങനെ പകരുകയും അതുപോലെ തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവേ എൻ്റെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചാൽ വലിയ കാര്യങ്ങൾ ദൈവം നമ്മളിൽ കൂടെ ചെയ്തെടുക്കും. I want to conclude by saying we must lead our lives by remembering, ask the Lord to remind or teach us to number our days, and also pray to establish the work of our hands so that the name of the Lord will be glorified through our lives. ഇസ്രായേൽ ജനത്തിന്റെ യാത്ര തുടങ്ങിയപ്പോൾ ആ പ്രിയപ്പെട്ടവരാരും അവിടെ കനാൻ ദേശത്ത് എത്തിച്ചേരുവാൻ സാധിച്ചില്ല, ഇൻക്ലൂഡിംഗ് മോസസ്. അതിൻ്റെ അകത്ത് 2 പേരും മാത്രമേ അവിടെ എത്തിച്ചേരുവാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് പിന്നെ വായിക്കുമ്പോൾ മനസ്സിലാകും. When we read forward in the Old Testament, we understand only 2 of the people who started the journey with Moses got into the promised land. അതുകൊണ്ട് ഇന്ന് പകൽ സമയ ദൈവമക്കളെ, വാഗ്ദത്ത കനാനായിരിക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് ആകാംക്ഷ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികളോടും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ, യാത്ര തുടങ്ങിയപ്പോൾ പലരും ഉണ്ട്, പക്ഷേ യാത്രയുടെ അവസാനവും നമ്മൾ എത്തിച്ചേരാതിരിക്കരുത്. We as Christian believers setting our focus onto the eternal kingdom that we are aiming towards. There were a lot of people who started
their journey along with us, but let's pray that we get there, and let's not be in the group of people who fell off. ഈ ഒരു വിഷയം ഞാൻ നിങ്ങളെല്ലാവരും ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ ഈ ഒരു സങ്കീർത്തനം എടുക്കുവാനിടയായത്. ദൈവം നമ്മളെ ഏവരെയും ഈ വാക്കുകളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless you by these words.